ജ്യോതിസ് എഡിറ്റോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. CBSE 10th 12th റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ വിജയിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒരുപക്ഷെ അപൂർവം അധ്യാപകർക്കും ഉണ്ടാകാനിടയുണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക. ഗ്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ മുൻപൊക്കെ നമ്മുടെ CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്ന രീതിയിൽ 10 ഗ്രേഡും 9.8 9.6 അങ്ങനെ വന്നിരുന്ന ആ സമയത്ത് 91 to 100 A1-ഉം 81 to 90 A2-ഉം 71 to 80 B1-ഉം 61 to 70 B2-ഉം അങ്ങനെ പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴല്ല, വളരെ നേരത്തെ തന്നെ 12th ഈ അടുത്ത സമയത്തായിട്ട് 10th CBSEയുടെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക്കലായിട്ടുള്ളവയാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ വർഷങ്ങളായിട്ട് തന്നെ മലയാളത്തിന് പ്രത്യേകിച്ചും അതുപോലെ പല സബ്ജക്ട്സിനും 97 വരുമ്പോൾ അല്ലെങ്കിൽ 96 വരുമ്പോൾ അത് A2 ആയിട്ടും 92 93 വരുമ്പോൾ അത് B1 ആയിട്ടും ഒരുപക്ഷെ 90 91 ആകുമ്പോൾ B2 ആയിട്ടും 86 85 ആകുമ്പോൾ C1 ആയിട്ടും ഒക്കെ കാണുമ്പോൾ പല സബ്ജക്ട്സിനും ചിലപ്പോൾ കുട്ടികൾക്ക് റിസൾട്ടിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സബ്ജക്ട്സിൻ്റെ മാർക്സൊക്കെ എല്ലാറ്റിനും ഒരുപക്ഷെ 80 എബോവ് അല്ലെങ്കിൽ 75 70 എബോവ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു A1-ഓ A2-ഓ B1-ഓ B2-ഓ പോലും ഉണ്ടാവണമെന്നില്ല. C1-ഓ C2-ഓ D1-ഓ D2-ഓ ഒക്കെ ആയി പോകാറുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ചിലർക്കറിയില്ല. ഒരുപാട് പേർക്ക് ഇപ്പോൾ അറിയാം, എന്നാലും കുട്ടികൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം. നമ്മൾ 800 സ്റ്റുഡൻസ് എക്സാമിനേഷൻ എഴുതിയാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ 1/8 8 ഗ്രേഡാണ്, 8 പോയിൻറ്റ് ഗ്രേഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 1/8 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 100 സ്റ്റുഡൻസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിന് 100 or 99 ആണ് ഫസ്റ്റ് എങ്കിൽ ആദ്യത്തെ 100 സ്റ്റുഡൻസിന് മാർക്ക് സോഫ്റ്റ്വെയർ അനുസരിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് ആകുന്നത് എവിടെ വെച്ചിട്ടാണോ അത് അത്രയും A1, അടുത്തത് A2, അടുത്തത് നമ്മളിപ്പോൾ ഈ വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 22,51,812 സ്റ്റുഡൻസ് 10th അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ 22,38,827 സ്റ്റുഡൻസാണ് പാസ്സായത്. 93.6% പാസ്സായിട്ടുണ്ടാകുക. അപ്പോൾ 22,38,000 സ്റ്റുഡൻസിൻ്റെ റിസൾട്ടിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ 8/1 വീതം ആയിട്ടാണ് ഓരോ സബ്ജക്ട്സിനെയും. എല്ലാ സബ്ജക്ട്സിനും അത്രയും വരില്ല എന്നുള്ളതറിയാം, ഇംഗ്ലീഷ് എല്ലാം വരുമെന്നുള്ളതല്ലാതെ മറ്റുള്ള സബ്ജക്ട്സിന് വേരിയേഷൻസ് ഉണ്ട്. ഇത് 12th 16,60,511 സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തു. 60,21,224 സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു. പെർസെൻറ്റേജ് പാസ് എന്ന് പറയുന്നത് 87.98 ആണ്. അപ്പോൾ ഈ പാസ് പെർസെൻറ്റേജ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഗ്രേഡിംഗ് വരുമ്പോൾ ഈ വർഷത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് 92 ആയിരുന്നു A1 കട്ട് ഓഫ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇംഗ്ലീഷ് എഴുതിയവരുടെ ഫസ്റ്റ് 1/8 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എവിടെ വെച്ചാണോ കട്ട് ഓഫ് ആയത് 92-ൽ. അപ്പം 91 മുതൽ താഴോട്ട് 87 വരെ A2 ആയിരുന്നു. 87 കഴിഞ്ഞടുത്ത് B1 ആയി, അത് കഴിഞ്ഞ് B2 ആയി. ആ രീതിയിലായിരുന്നു. അതേപോലെ മാത്തമെറ്റിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 88 കിട്ടിയ വിദ്യാർത്ഥിക്കും A1 കിട്ടിയിട്ടുണ്ട്. മാത്തമെറ്റിക്സിന് 88 വരെ A1 ആയിരുന്നു. 84-നും 87 വരെ ഉള്ളവർക്ക് A2 കിട്ടി. അങ്ങനെ താഴോട്ട്. കെമിസ്ട്രി ആണെങ്കിൽ 92 A1 കിട്ടിയിരുന്നു. ബയോളജിക്കാണെങ്കിൽ 94 വരെ മാത്രമായിരുന്നു A1. 94-ന് താഴെ 93 മുതൽ താഴോട്ട് A2 ആയി. 94 ബയോളജിക്ക് A1 ആയ സ്ഥാനത്ത് ഫിസിക്സിന് ഈ വർഷത്തെ റിസൾട്ടിൽ 84 ആയിരുന്നു A1. 90ക്ക് മുകളിലല്ല,
84 വരെ A1 കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം ഫിസിക്സിൻ്റെ മാർക്സ് കുറവായിരുന്നു എന്നുള്ളത് കുട്ടികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക. അത്രമാത്രം സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആയിരുന്നു. ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ടഫായിരുന്നു. അഥവാ അങ്ങനെ ആകുന്നതായിരിക്കും ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്ന മാറ്റം അങ്ങനെയാണ്. 76 മുതൽ 83 വരെയാണ് ഫിസിക്സിന് A2 കിട്ടാൻ കഴിഞ്ഞത്. മലയാളത്തിന് ഞാൻ സൂചിപ്പിച്ചു 98, 99, 100 കിട്ടിയ കുട്ടികൾക്ക് 10th-നും 12th-നും മലയാളം ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്തുള്ളവർക്കും A1 98 വരെയുള്ളവർക്ക് A1 കിട്ടിയിട്ടുള്ളൂ. 97 A2 ആയി, 96 B1 ആയി എന്നുള്ളതാണ്. വളരെ വിചിത്രമാണ്. അതുപോലെ ഓരോ സബ്ജക്ട്സിൻ്റെയും മാർക്സ് അതാത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓരോ സബ്ജക്ട്സിനും എത്ര പേര് അപ്പിയർ ചെയ്തു. അത് അക്കൗണ്ടൻസിക്കാണെങ്കിൽ 93 ആയിരുന്നു, 92 മുതൽ A2 ആയി. ഇങ്ങനെ ഓരോ സബ്ജക്ട്സിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തതിൽ നിന്ന് ആദ്യത്തെ 1/8 എത്ര മാർക്കിൽ അവസാനിക്കുന്നുവോ അവർക്ക് A1-ഉം അത് കഴിഞ്ഞ് തൊട്ടടുത്ത 1/8 A2-ഉം അതിനടുത്ത് തൊട്ടടുത്ത് നെക്സ്റ്റ് B1-ഉം അത് കഴിഞ്ഞ് വരുന്ന 1/8 B2-ഉം ഇങ്ങനെയുള്ളൊരു സയൻറ്റിഫിക് വാല്യുവേഷനാണ് CBSE ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരിക. അതുകൊണ്ടാണ് അപൂർവമായിട്ട് മാത്രമേ കുട്ടികൾക്ക് എല്ലാ സബ്ജക്ട്സിനും A1 നേടുന്ന സാഹചര്യമുള്ളൂ. എല്ലാ സബ്ജക്ട്സിനും 90 എബോവ് കിട്ടിയതുകൊണ്ട് A1 കിട്ടണമെന്നില്ല. ഞാൻ ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ അപൂർവം ചില സബ്ജക്ട്സിന് ബിലോ 80 ആയിരുന്നു. മാത്തമാറ്റിക്സിനും അതുപോലെ 88 ആയിരുന്നു A1 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. താങ്ക് യു.